Hi students, welcome to Electron College. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്രീക്വൻസി മോഡുലേഷനാണ്. ഫ്രീക്വൻസി മോഡുലേഷനകത്ത് ജനറേഷൻ മെത്തേഡ്സും ഡിറ്റക്ഷൻ മെത്തേഡ്സും നമ്മൾ പഠിച്ചു. ഇൻഡയറക്റ്റ് മെത്തേഡ്സ്, അതുപോലെ തന്നെ ഡയറക്റ്റ് മെത്തേഡ്സ് ഓഫ് ജനറേഷൻ, ദെൻ അതുപോലെ തന്നെ ഡിറ്റക്ഷനകത്ത് കുറച്ച് മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. നമുക്ക് അത് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രീക്വൻസി മോഡുലേഷൻ ബേസ് ചെയ്തിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം ഈ ലെക്ചറിൽ. സോ അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ടോപ്പിക് കൂടെ പഠിക്കാനുണ്ട്. അതായത് നമുക്ക് പ്രീ എംഫസിസ് ആൻഡ് ഡി എംഫസിസ്. സോ നമുക്ക് മോഡുലേഷൻ അതുപോലെ ഡീമോഡുലേഷൻ സർക്യൂട്ട്സിനകത്ത് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന രണ്ട് സർക്യൂട്ടുകളാണ് പ്രീ എംഫസിസ് സർക്യൂട്ടും ഡി എംഫസിസ് സർക്യൂട്ടും. നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ പ്രീ എംഫസിസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡി എംഫസിസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അത് നമുക്ക് മനസ്സിലാക്കാം. പ്രീ എംഫസിസ് സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിലും ഡി എംഫസിസ് എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ സൈഡിലും അല്ലെങ്കിൽ ഡീമോഡുലേറ്റർ സൈഡിലുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? എഫ് എം സർക്യൂട്ട്സിനകത്ത് നമ്മൾ എന്തിനാണ് ഈ ഒരു പ്രീ എംഫസിസ് മെത്തേഡ് അല്ലെങ്കിൽ ഡി എംഫസിസ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. സോ പ്രീ എംഫസിസിന് നേരെ ഓപ്പോസിറ്റാണ് ഡി എംഫസിസ്. അപ്പോൾ നിങ്ങൾ എന്താണോ നമ്മൾ പ്രീ എംഫസിസ് ചെയ്യുന്നത് അതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഡി എംഫസിസ് ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ മോഡുലേറ്ററിൽ എന്താണ്, മോഡുലേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് ഡീമോഡുലേഷൻ. അത് തന്നെയാണ് നമ്മളിവിടെയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രീ എംഫസിസ് എന്താണെന്ന് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ ഒക്കെ നമുക്കറിയാം. എം എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് ബൈ എഫ് എം ആണ് മോഡുലേഷൻ ഇൻഡെക്സ് എഫ് എമ്മിൻ്റെ കേസിൽ. സോ ആ റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നോക്കുക, ഇൻ എഫ് എം ദ നോയ്സ് ഹാസ് ഗ്രേറ്റർ എഫക്റ്റ് ഓൺ ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസ്. സോ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി മീൻസ് എഫ് എം. ഇപ്പോൾ എഫ് എം കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എഫ് എമ്മിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഈ ഇക്വേഷൻ നോക്കിയാൽ മതി. എഫിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മോഡുലേഷൻ ഇൻഡെക്സ് കുറയുവാണ്. സോ നമുക്ക് ഇത് നോയ്സ്, എഫ് എമ്മിനകത്തുണ്ടാകുന്ന നോയ്സ് ഇത് ഗ്രേറ്ററായിട്ട് അഫക്റ്റ് ചെയ്യും ഈ ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. കാരണം എഫ് എം കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ കുറയും. സോ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ കുറയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോയ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ നമുക്കത് എങ്ങനെ കൺട്രോൾ ചെയ്യാം? സോ ഈ ഇക്വേഷൻ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാവും. എഫ് എം ഹൈ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് ഹൈ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ദ വാല്യൂ ഓഫ് ഡെൽറ്റ എഫ് ഷുഡ് ബി ഇൻക്രീസ്ഡ്. സോ നമുക്ക് നോയ്സ് കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു എന്താണ് ഇമ്മ്യൂൺ ടു നോയ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എഫ് ഷുഡ് ബി ഇൻക്രീസ്ഡ്. സോ ബൈ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എഫ് frequency deviation we can increase the value of modulation index. So നമുക്ക് modulation index increase ചെയ്യാൻ പറ്റും. Thereby we can reduce the noise or we can improve the noise immunity at higher modulating frequencies. So നമുക്ക് higher modulating frequencyയിൽ നമുക്ക് ഈ ഒരു ഡെൽറ്റ എഫിനെ നമുക്ക് ഇൻക്രീസ് ചെയ്യണം അല്ലേ. സോ ഡെൽറ്റ എഫിനെ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റൂ. സോ ആൻഡ് ദിസ് ഇഫ് യു ബൂസ്റ്റ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഹയർ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നൽ. അപ്പോൾ നമുക്ക് ഡെൽറ്റ എഫ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് കൂട്ടാൻ പറ്റൂ ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയിൽ. സോ എഫ് എം ഹൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഡെൽറ്റ എഫ് ഇൻക്രീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റൂ. സോ ഈ ഡെൽറ്റ എഫ് നമ്മൾ പഠിച്ചതാണ്. ഡെൽറ്റ എഫ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യണം. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രീ എംഫസിസ് എന്ന് പറയുന്നത്. സോ ഇഫ് യു ബൂസ്റ്റ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഹയർ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നൽ then it is possible to improve the noise immunity at ഹയർ ഫ്രീക്വൻസി. സോ നമുക്ക് ആംപ്ലിറ്റ്യൂഡിനെ ഇൻക്രീസ് ചെയ്യാമെങ്കിൽ ഹയർ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നൽസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, കാരണം ഡെൽറ്റ എഫും ആ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡും തമ്മിൽ പ്രൊപ്പോർഷണലാണ്. സോ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ഹയർ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നൽസിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്യാം. സോ ഇതിനെയാണ് നമ്മൾ പ്രീ എംഫസിസ് എന്ന് പറയുന്നത്.
സോ ഇത് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ബൂസ്റ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് പ്രീ എംഫസിസ് സർക്യൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രീ എംഫസിസ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമുക്കതൊരു FM ട്രാൻസ്മിറ്ററിനകത്ത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ദ ഡെഫിനിഷൻ ഓഫ് പ്രീ എംഫസിസ് നമ്മൾ കണ്ടു. ഇറ്റ് ഈസ് എ ബൂസ്റ്റിംഗ് ഓഫ് ഹയർ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നൽ ബൈ ബൂസ്റ്റിംഗ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നൽ. സോ അതിനെയാണ് പ്രീ എംഫസിസ് എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ പ്രീ എംഫസിസ് സർക്യൂട്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ പ്രീ എംഫസിസ് ചെയ്യുന്നത് ഒരു RC ഹൈ പാസ് ഫിൽറ്റർ വെച്ചിട്ടാണ്. സോ ഈ ഒരു RC കമ്പോണൻറ്റ്, ദിസ് ഇസ് ആൻ ഹൈ പാസ് ഫിൽറ്റർ. സോ ഈ RC സർക്യൂട്ട് അല്ലെങ്കിൽ ഈ ഒരു ഹൈ പാസ് ഫിൽറ്റർ വെച്ചിട്ടാണ് നമ്മൾ പ്രീ എംഫസിസ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഫ്രീക്വൻസി ഇൻക്രീസ് അല്ലെങ്കിൽ ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയിൽ, അല്ലെങ്കിൽ FM ഇൻക്രീസസ് മീൻസ് ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയിൽ നമുക്കറിയാം ഫ്രീക്വൻസി അല്ലേ, നമ്മൾ XC എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് 1/2πfc ആണ്. സോ നമ്മുടെ എഫിൻ്റെ വാല്യൂ കൂടുവാണ്. എഫിൻ്റെ വാല്യൂ കൂടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റൻസിൻ്റെ വാല്യൂ കുറയും അല്ലേ. അപ്പം നമുക്ക് പറയാം ദ റിയാക്റ്റൻസ് ഓഫ് കപ്പാസിറ്റർ ഡിക്രീസസ് ഓൺ ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസ്. അപ്പോൾ എഫ് കൂടുന്നതനുസരിച്ച് റിയാക്റ്റൻസ് കുറയും. സോ നമുക്ക് പറയാം ദ മോഡുലേറ്റിംഗ് വോൾട്ടേജ് അപ്ലൈഡ് ടു ദ മോഡുലേറ്റർ. അപ്പോൾ റിയാക്റ്റൻസ് കുറയുന്നതനുസരിച്ച് ഇങ്ങോട്ട് പോകുന്ന ആ മോഡുലേറ്റിംഗ് വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് റൈസ് ചെയ്യും അല്ലേ. അങ്ങനെ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ പ്രീ എംഫസിസ് എന്ന് പറഞ്ഞത്. സോ എങ്ങനെയാണ് പ്രീ എംഫസിസ് അച്ചീവ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ ഒരു ബാൻഡ് പാസ് ഫിൽറ്റർ അല്ലെങ്കിൽ ഹൈ പാസ് ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ FMൻ്റെ വാല്യൂ ഇൻക്രീസ്, ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയിലാണ് ഈ നോയ്സ് പ്രശ്നം ഉണ്ടാകുന്നത്. സോ ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയിൽ നമ്മുടെ കപ്പാസിറ്റർ റിയാക്റ്റൻസ് കുറയും. കാരണം ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് റിയാക്റ്റൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ റിയാക്റ്റൻസ് കുറയും. റിയാക്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടോട്ട് വരുന്നത് ഒരു ഹൈ വാല്യൂ മോഡുലേറ്റിംഗ് വോൾട്ടേജ് ആയിരിക്കും. സോ മോഡുലേറ്റിംഗ് വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റി വിത്ത് ദിസ് പ്രീ എംഫസിസ് സർക്യൂട്ട്. സോ മോഡുലേഷൻ ഇൻഡെക്സ് കൂടും. മോഡുലേഷൻ ഇൻഡെക്സ് കൂടിക്കഴിഞ്ഞാൽ നോയ്സ് എഫക്റ്റ് കുറയും, അല്ലെങ്കിൽ നമുക്ക് പറയാം നോയ്സ് ഇമ്മ്യൂണിറ്റി കൂടും. സോ ഇതാണ് ആ ഒരു പ്രീ എംഫസിസ് സർക്യൂട്ട്. സോ ഹൗ പ്രീ എംഫസിസ് ഇസ് അച്ചീവ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഹൈ പാസ് ഫിൽട്ടർ. സോ ഇതാണ് നമ്മുടെ പ്രീ എംഫസിസ് സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ നമ്മളിത് എവിടെയാണ് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റർ സൈഡിലാണ്. സോ ഇതാണ് അതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്ക്, നമ്മൾ നോർമലി US FM ട്രാൻസ്മിഷൻ TV സ്റ്റാൻഡേർഡൈസ് ചെയ്തേക്കുന്നത് 75 മൈക്രോ സെക്കൻഡിലാണ്. സോ ഈ 75 മൈക്രോ സെക്കൻഡ്, അപ്പോൾ നമുക്ക് F is equal to 1/2πRC. സോ ഇവിടെ നമ്മൾ ഈ ഒരു RC, ഈ 75 മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്നത് ആ ടൈം കോൺസ്റ്റൻ്റ് ആണ്. ആ RCയുടെ ടൈം കോൺസ്റ്റൻ്റ് ആണ്. സോ ഈ RCക്ക് പകരം, ആ ടൈം കോൺസ്റ്റൻറ്റിന് പകരം നമ്മൾ 75 മൈക്രോ സെക്കൻഡ് ഇൻറ്റു 10⁻⁻6 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ എഫിൻ്റെ വാല്യൂ നമുക്ക് 2122 ഹെർട്സ് കിട്ടും. സോ ഈ ഫ്രീക്വൻസിയിലാണ് നമ്മൾ ആ ഒരു പ്രീ എംഫസിസ് ക്യാരി ചെയ്യുന്നത് ട്രാൻസ്മിറ്റർ സൈഡിൽ. സോ ഇതാണ് സ്റ്റാൻഡർഡൈസ്ഡ് ടൈം കോൺസ്റ്റൻറ്റ് 75 മൈക്രോ സെക്കൻഡ്. സോ ദ എമൗണ്ട് ഓഫ് പ്രീ എംഫസിസ് ഇൻ US FM ട്രാൻസ്മിഷൻ ആൻഡ് സൗണ്ട് ട്രാൻസ്മിഷൻ ഇൻ TV ഹാസ് ബീൻ സ്റ്റാൻഡർഡൈസ്ഡ് ടു 75. വാല്യൂ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, 75 മൈക്രോ സെക്കൻഡ് എന്നുള്ളത്. ഈ 2122 ഹെർട്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ഫ്രീക്വൻസി, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി വാല്യൂ ആണ്. അത് 2122 ഹെർട്സ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ആ ഇക്വേഷൻ. അത് F is equal to 1/2πRC. RC ടൈം കോൺസ്റ്റൻ്റ് ആണ്. 75 മൈക്രോ സെക്കൻഡ് എന്ന് പറയുന്നത് ആ ടൈം കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫിൻ്റെ വാല്യൂ 21. സോ ആ ഫ്രീക്വൻസിയിലാണ് ഈ ഒരു പ്രീ എംഫസിസ് നടക്കുന്നത്. സോ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഹൈ പാസ് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് ആണ്. ഹൈ പാസ് ഫിൽറ്റർ നമുക്കറിയാമല്ലോ, ഹൈ ഫ്രീക്വൻസി സിഗ്നലെ മാത്രമേ അത് പാസ് ചെയ്യൂ. സോ ഇതാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. നെക്സ്റ്റ് നമ്മൾ DMFSIS എന്ന് പറയുന്നത് ഇതിപ്പം ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ്. സോ നമുക്ക് നമ്മുടെ ഡിമോഡുലേറ്റർ സൈഡിൽ ചെയ്യുന്നതാണ് അല്ലേ. നമ്മൾ AF ഔട്ട്പുട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ആ മെസ്സേജ് സിഗ്നലിനെ കിട്ടുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് DMFSIS. സോ അവിടെ ഹൈ പാസ് ഫിൽറ്റർ വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ ലോ പാസ് ഫിൽറ്റർ വെച്ചിട്ടാണ് നമ്മൾ DMFSIS പ്രോസസ്സ്
ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കുക, the process that is used at the receiver and to nullify or compensate the artificial boosting given at the modulator. നമ്മൾ ആ നോയിസ് എഫക്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രാൻസ്മിറ്റർ സൈഡിൽ ചെയ്ത ആ പ്രോസസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രോസസ്സാണ് നമ്മൾ പ്രീ എംഫസിസ് ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തൊരു ബൂസ്റ്റിംഗ് പ്രോസസ്സാണ്. ഹയർ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസിയുടെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ ചെയ്തൊരു പ്രോസസ്സാണ്. മോഡുലേഷൻ ഇൻഡെക്സ് ഒക്കെ റൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത പ്രോസസ്സാണ്. അതിനെ നള്ളിഫൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്രീ എംഫസിസ് സർക്യൂട്ട് ഡീമോഡുലേറ്റർ സൈഡിൽ ചെയ്യണം. അതും ഒരു RC സർക്യൂട്ടാണ് അല്ലേ. കപ്പാസിറ്റർ നെക്രോസ് ഔട്ട്പുട്ട് എടുക്കുന്നതാണ് നമ്മൾ ലോ പാസ് ഫിൽട്ടർ. അതല്ല റെസിസ്റ്റൻറ്റ് നെക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നതെങ്കിൽ അത് ഹൈ പാസ് ഫിൽട്ടർ. സോ ദിസ് ഈസ് ഓൾസോ എ ഫിൽട്ടർ, RC ഫിൽട്ടർ. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡി എംഫസിസ് സർക്യൂട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെയും ഫ്രീക്വൻസി, കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ 3 dB ഫ്രീക്വൻസി എന്ന് പറയുന്നത് സെയിം ആണ്. 75 മൈക്രോ സെക്കൻഡ്സ് സ്റ്റാൻഡർഡൈസ്ഡ് ഡി എംഫസിസ് സർക്യൂട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അത് US സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂ ആണ് 75 മൈക്രോ സെക്കൻഡ്. ആ സെയിം വാല്യൂ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ആ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിസൈഡ് ചെയ്യുന്നത്. 3 dB ഫ്രീക്വൻസി, 2122 Hz. സോ ദിസ് ഈസ് ലോ പാസ് ഫിൽട്ടർ ക്യാരക്ടറിസ്റ്റിക്സ്. ലോ ഫ്രീക്വൻസി സിഗ്നലെ പാസ് ചെയ്യും, ഹൈ ഫ്രീക്വൻസി ബ്ലോക്ക് ചെയ്യും. സോ ഇതാണ് നമ്മൾ ഡി എംഫസിസ് സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് FM-ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇതൊരു സിമ്പിൾ പ്രോബ്ലമാണ്, ഇങ്ങനെ ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല. സോ നമുക്ക് ഓപ്ഷൻസ് കാര്യമില്ല, നമുക്ക് ആ വാല്യൂ എത്ര ആണെന്നുള്ളത് കണ്ടുപിടിക്കണം. എ സിഗ്നൽ x of t which is equal to 2 cos pi 10⁻⁴t volts is applied to an FM modulator with sensitivity. അപ്പോൾ സെൻസിറ്റിവിറ്റി തന്നിട്ടുണ്ട്, സെൻസിറ്റിവിറ്റി കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്, പിന്നെ ആ വേവും തന്നിട്ടുണ്ട്. നമുക്ക് അന്നേരം 2 പാരാമീറ്റേഴ്സ്, ആ വേവ് അറിയാമെങ്കിൽ നമുക്ക് ഒരു പാരാമീറ്റർ കണ്ടുപിടിക്കാം. മോഡുലേഷൻ ഇൻഡെക്സും ഈ സെൻസിറ്റിവിറ്റിയായിട്ടൊക്കെയുള്ള റിലേഷൻ നമ്മൾ പഠിച്ചതാണ്. ആ ഇക്വേഷൻസ് ഞാൻ പ്രീവിയസ് ലെക്ചറിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ അത് ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ അതൊന്നുകൂടെ റിമൈൻഡ് ചെയ്യാം ആ ഇക്വേഷൻ. സോ മോഡുലേഷൻ ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇങ്ങനൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ΔF/FM. അതിനകത്ത് ΔF എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഇപ്പം വീണ്ടും പറയുന്നതാണ്. ΔFനെ നമ്മൾ KF × AM എന്ന് എഴുതാം. ഈ KF ആണ് നമ്മുടെ സെൻസിറ്റിവിറ്റി കോൺസ്റ്റൻറ്റ്. സോ നമുക്ക് എമ്മിനെ ΔF/FM, ΔF ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്, KF × AM അല്ലേ. ΔF ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. സോ KF × AM/FM ഈ റിലേഷൻ ഡയറക്റ്റ്ലി യൂസ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് സോൾവ് ചെയ്യാൻ പറ്റും. KF 10 kHz ആണ്. സോ നമ്മൾ 10 kHz-നെ 10 × 10⁻³ ഹെർട്സിലാക്കി. ദെൻ AM നമുക്കറിയില്ല. AM നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. AM ഡയറക്റ്റ്ലി തന്നിരിക്കുന്നത് ഇത് A cos ωt ഫോമിലാണ്. ദിസ് ഈസ് ദ മെസ്സേജ് സിഗ്നൽ. ഈ മെസ്സേജ് സിഗ്നലിനകത്ത് AM, അത് ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും AM-ൻ്റെ വാല്യൂ 2 ആണ്, ഡിവൈഡഡ് ബൈ FM ഇല്ല. FM ഡയറക്റ്റ്ലി അല്ല തന്നിരിക്കുന്നത്, ആ സിഗ്നലേ തന്നിട്ടുള്ളൂ, A cos ωmt. അപ്പോൾ നമുക്കറിയാം ωm തന്നിട്ടുണ്ട്. മെസ്സേജ് സിഗ്നലിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി അതാണ് π × 10⁻⁴. ആ ωm അറിയാമെങ്കിൽ നമുക്ക് FM കണ്ടുപിടിക്കാം. FM 2π കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ആൻസർ π × 10⁻⁴ ഡിവൈഡഡ് ബൈ 2π. സോ ഇത് നമുക്ക് പൈ ക്യാൻസൽ ചെയ്യാം. ദെൻ ഈ 2 10⁻⁴ ഒക്കെ ക്യാൻസൽ ചെയ്യാം, 2 മുകളിൽ പോകും. സോ ആൻസർ 4 എന്ന് വരും മോഡുലേഷൻ ഇൻഡെക്സ്. പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ആൻസറാണ്, ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. M = KF × AM/FM. എമ്മിന് നമ്മൾ വേറൊരു ഇക്വേഷനും പഠിച്ചിട്ടുണ്ട്, M = ΔF/FM. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പ്രീ എംഫസിസും ഡി എംഫസിസിനകത്തും പ്രീ എംഫസിസ് കേസിൽ നമ്മൾ പറഞ്ഞതാണ്, ΔF ഇൻക്രീസ് ചെയ്താൽ നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സ് റൈസ് ചെയ്യാം. അല്ലെങ്കിൽ ΔF ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ഇൻക്രീസ് ചെയ്താൽ മതി, KF × AM. KF മീൻസ് സെൻസിറ്റിവിറ്റി കോൺസ്റ്റൻ്റ് ആണ്. AM ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ΔF ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് മോഡുലേഷൻ ഇൻഡെക്സും. സോ ഇതെല്ലാം നമ്മൾ റിലേറ്റഡ് ആണ്. സോ ഈ 2 ഇക്വേഷനും മോഡുലേഷൻ ഇൻഡെക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ആണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ആൻസർ ഇതിൻ്റെ 4 എന്ന് കിട്ടും.
സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ആ സിഗ്നലിൻ്റെ ഫോമും ജനറൽ ഫോമൊക്കെ അറിയണം. ഇതിപ്പോൾ തന്നേക്കുന്നത് ഈ പ്രോബ്ലത്തിനകത്ത് മെസ്സേജ് സിഗ്നലാണ്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ആ മെസ്സേജ് സിഗ്നലിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഒന്നുമില്ല. ഒരു മെസ്സേജ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AM cos ωt ആണ്. ഇപ്പോൾ ഇത് ωm ഫ്രീക്വൻസി ആയിരിക്കും അല്ലേ. പൈ തന്നേക്കുന്നതുകൊണ്ട് ഇത് ജനറൽ ഫോം A cos ωt, ഇതിനകത്ത് നിന്ന് FM കണ്ടുപിടിക്കാം. സോ ഈ ഫോമിലാണ് നമുക്ക് വാല്യൂസ് നമുക്ക് തരുന്നത്. സോ ഇത് എളുപ്പം ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. നെക്സ്റ്റ്, the amount of frequency deviation in FM signal depends on. സോ നമുക്ക് ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പം പറഞ്ഞ കേസ് തന്നെയാണ്. ഇതിനകത്ത് ഓപ്ഷൻസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ ഉണ്ട്, കാരിയർ ഫ്രീക്വൻസി ഉണ്ട്, മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി ഉണ്ട്, ട്രാൻസ്മിറ്റർ, ആംപ്ലിഫയർ. ഇതിനകത്ത് ഏതുമായിട്ടാണ് നമ്മുടെ എമൗണ്ട് ഓഫ് ഫ്രീക്വൻസി ഡീവിയേഷൻ റിലേറ്റ് ചെയ്യുന്നത്? സോ നമ്മളിപ്പം പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ ഫ്രീക്വൻസി ഡീവിയേഷൻ ഇക്വേഷൻ ഡെൽറ്റ എഫ് ഈസ് ഈക്വൽ ടു സെൻസിറ്റിവിറ്റി എത്രയായിരുന്നു? KF അല്ലേ. സെൻസിറ്റിവിറ്റിയെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്? സെൻസിറ്റിവിറ്റിയെ നമ്മൾ AM കൊണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് FM കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. പിന്നെ നമ്മൾ KF വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ KF ആണ് അല്ലേ, കോൺസ്റ്റൻ്റ് ആണ്. സോ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇതാണ് ഓപ്ഷൻ A ആണ് നമ്മുടെ ആൻസർ. സോ അത് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് യൂസിങ് ഡയറക്റ്റ് മെത്തേഡ് ഫോർ ജനറേഷൻ ഓഫ് FM സിഗ്നൽ? നമ്മൾ ഡയറക്റ്റും ഇൻഡയറക്റ്റ് മെത്തേഡ്സും പഠിച്ചതാണ്. ഡയറക്റ്റ് മെത്തേഡിനകത്ത് നമ്മൾ റിയാക്റ്റൻസ്, വരാക്ടർ ഡയോഡ് മോഡുലേഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ ഇതിൻ്റെയൊക്കെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? ഓപ്ഷൻ A നോക്കുക, ഡസ് നോട്ട് ഗീവ് ഹൈ സ്റ്റെബിലിറ്റി ടു FM signal frequency. Then distorted FM signal is generated due to harmonics of modulating signal, cannot be used for high power FM generation, both A and B. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ശരിയാണ്. സ്റ്റെബിലിറ്റി പ്രോബ്ലം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ദെൻ ഡിസ്റ്റോഷൻ ഉണ്ടാവാം, FM-ൽ ഈ ഹാർമോണിക്സ് കാരണം ഡിസ്റ്റോഷൻ ഉണ്ടാവാം. സോ C പോസിബിൾ അല്ല. സോ ആൻസർ Aയും Bയും കറക്റ്റാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്. സോ D ആണ് നമ്മുടെ ആൻസർ. ബോത്ത് A ആൻഡ് B ട്രൂ ആണ്. ഡ്രോബാക്സ് എന്ന് പറയുന്നത് അത് രണ്ടുമാണ്. ഹയർ സ്റ്റെബിലിറ്റി പ്രോബ്ലം ഉണ്ടാവുന്നുണ്ട്. ഡിസ്റ്റോഷൻ FM ഡിസ്റ്റോഷൻ അതിനകത്ത് ഒക്കർ ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ടുമാണ് നമ്മുടെ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ദെൻ PLL, ഞാൻ നേരത്തെ ഇത് പറഞ്ഞതാണ്. PLL ഫേസ് ലോക്ക്ഡ് ലൂപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. FM-ൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. സോ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? FM റിസീവർ, FM ഡീമോഡുലേറ്റർ, AM ഡീമോഡുലേറ്റർ. സോ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് പറയാം എവിടെ യൂസ് ചെയ്യുന്നത്? FM ഡീമോഡുലേറ്റർ. സോ FM ഡീമോഡുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് PLL. ഫേസ് ലോക്ക് ലൂപ്പിന് തന്നെ തരണമെന്നില്ല, PLL എന്നായിരിക്കും. അപ്പോൾ PLL നമ്മൾ ഓപ്പാമ്പിലൊക്കെ പഠിക്കുന്നതാണ്. PLL ഫേസ് ലോക്ക് ലൂപ്പ് എന്ന് പറയുന്നത് കമ്പാരറ്ററൊക്കെ വെച്ചിട്ടുള്ളൊരു സർക്യൂട്ടാണ്. കമ്പാരറ്ററും വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണ് PLL. സോ നമ്മൾ FM ഡീമോഡുലേറ്ററായിട്ട്, അപ്പോൾ PLLൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് FM ഡീമോഡുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട്, ഒരു ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് ഡീമോഡുലേഷൻ ഡിറ്റക്ഷനാണ് FM ഡീമോഡുലേറ്റർ. ദെൻ calculate the maximum frequency deviation for this FM signal. V of t is equal to 10 cos 6000 t plus 5 sin 2200 t. സോ ഇവിടെ നമുക്ക് മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഡെൽറ്റ എഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിത് ഇങ്ങനെ വരുന്ന പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് ആ ഒരു FM-ൻ്റെ ജനറൽ ഫോം കൂടെ അറിഞ്ഞിരിക്കണം. നമ്മൾ FM-ൻ്റെ ജനറൽ ഫോം, ഇപ്പോൾ ഇവിടെ V of t അല്ലെങ്കിൽ S of t എന്ത് ലെറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ജനറൽ ഫോം എന്ന് പറയുന്നത് AC cos 2pi FCT plus KF sin 2pi FMT. ഇതാണ് നമ്മുടെ ജനറൽ ഫോം. FM-ൻ്റെ ജനറൽ ഫോമാണ് നമ്മൾ ഈ എഴുതി വെച്ചേക്കുന്നത്. ആംഗിൾ മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ജനറൽ ഫോമാണ്.
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എഫ് ആണ്. സോ നമ്മൾ ഈ ജനറൽ ഫോമിനെ നമുക്ക് തന്നേക്കുന്ന ഇക്വേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. ഇത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് മോഡുലേഷൻ ഇൻഡെക്സ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡീവിയേഷൻ അങ്ങനെ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. സോ ഈ ജനറൽ ഫോം അറിഞ്ഞാലേ അതൊക്കെ ചെയ്യാൻ പറ്റൂ. സോ എ സി കോസ് 2π FCT പ്ലസ് കെ എഫ് സൈൻ 2π FM t. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എഫ് എമ്മിൻ്റെ വാല്യൂ കിട്ടും അല്ലേ. എഫ് എമ്മിൻ്റെ വാല്യൂ എത്രയാണ് നോക്കി, ഇതിനകത്ത് 5 സൈൻ 2200t. അപ്പോൾ 2π FM എന്നുള്ള വാല്യൂ നമുക്കറിയാം. 2π FM ആണ് 2200. അങ്ങനെയാണെങ്കിൽ എഫ് എം എത്ര ആയിരിക്കും? എഫ് എം എന്ന് പറയുന്നത് 2200/2π. ജസ്റ്റ് കമ്പയർ ചെയ്യുവാണ്. ഈ ഇക്വേഷനെ നമ്മൾ ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈൻ കമ്പോണൻറ്റിൻ്റെ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എഫ് എമ്മിൻ്റെ വാല്യൂ കിട്ടും. ഇത് സോൾവ് ചെയ്യുക. 2200/2π ഇതിൻ്റെ വാല്യൂ അറൗണ്ട് 350 അത്രയും ഹെർട്സ് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത് എഫ് എമ്മിൻ്റെ വാല്യൂ. ദെൻ നമ്മൾ അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? അടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അല്ലേ ഡെൽറ്റ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഒരു വാല്യൂ, സോ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു വാല്യൂ ഉണ്ട്, കെ എഫ്. കാരണം എനിക്ക് മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ഡെൽറ്റ എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ or we can write frequency deviation kf ൻ്റെ ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ എഫ് ബൈ എഫ് എം ആണ്. കെ എഫ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എഫ് ബൈ എഫ് എം ആണ്. ഇവിടെ നമുക്ക് കെ എഫ് ഈ ഇക്വേഷനകത്ത് കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടും 5 ആണ്. ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കെ എഫിൻ്റെ വാല്യൂ നമുക്ക് 5 ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കെ എഫ് അറിയാം, എഫ് എം അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെൽറ്റ എഫ് ഇതിനകത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ കെ എഫിന് പകരം ഞാൻ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽറ്റ എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൽറ്റ എഫ് ബൈ എഫ് എം. എഫ് എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 350 ആണ്. ഇതിനകത്ത് നമുക്ക് ഡെൽറ്റ എഫ് കിട്ടും. ഡെൽറ്റ എഫിൻ്റെ വാല്യൂ 350 × 5. So 350 × 5 which is equal to 1750 hertz. So ഇതാണ് നമ്മുടെ ആൻസർ. സോ എന്താണ് കെ എഫ്? ഡീവിയേഷൻ റേഷ്യോ ആണ്. ഡീവിയേഷൻ റേഷ്യോ. ഈ ഡീവിയേഷൻ റേഷ്യോ നമ്മൾ പറഞ്ഞു മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ബൈ ആ മോഡുലേഷൻ ഇൻഡെക്സ് ഡെഫിനിഷൻ തന്നെ നമ്മൾ പഠിച്ചതാണ്. മോഡുലേഷൻ ഇൻഡെക്സ് ഡെഫിനിഷൻ വെച്ചിട്ട് തന്നെയാണ് ഡീവിയേഷൻ റേഷ്യോ പറയുന്നത്. ഡീവിയേഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ maximum frequency deviation by maximum modulating frequency. So ആ maximum frequency deviation അറിയാമെങ്കിൽ നമുക്ക് ഡീവിയേഷൻ റേഷ്യോ കണ്ടുപിടിക്കാം. ഇത് മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ മാക്സിമം വാല്യൂ ആണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഡെൽറ്റ എഫ് ഇവിടുന്ന് സോൾവ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ കമ്പാരിസൺ ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് ജനറൽ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്താലേ നമുക്ക് എഫ് എമ്മും കെ എഫും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റൂ. സോ ഇതാണ് ഈ പ്രോബ്ലം. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നോക്കാം. പവർ ഡിസിപ്പേഷൻ കണ്ടുപിടിക്കാനാണ്. 20 ഓം റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പവർ ഡിസിപ്പേഷൻ കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കൊരു ജനറൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇപ്പം തന്നതുപോലെ തന്നെ ഒരു ജനറൽ ഇക്വേഷനാണ്. സോ ഇത് പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. പവർ ഈസ് ഈക്വൽ ടു, ഞാൻ EC²/2 എന്നാണ് പഠിപ്പിച്ചത്. ശരിക്കും EC²/2 R ആണ്. R നമ്മൾ 1 ohm ആയിട്ടാണ് അസ്യൂം ചെയ്തതെന്ന് പറഞ്ഞു. പ്രീവിയസ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തതാണ്. ശരിക്കും ഈ 20 തന്നേക്കുന്നത്, പവർ കണ്ടുപിടിക്കാൻ നേരത്ത് ഈ 20 തന്നേക്കുന്നത് ആ വാല്യൂ നമ്മൾ RMS വാല്യൂ ആണ്. സോ അതിനെ നമ്മൾ 20/√2 എന്നാണ് എഴുതുന്നത്. 20/√2 ദ ഹോൾ സ്ക്വയർ ഈ RMS വാല്യൂ. സോ ബൈ R. ഇതാണ് ശരിക്കും ഇക്വേഷൻ. സോ ഇതിനെയാണ് നമ്മൾ ശരിക്കും EC²/2R എന്നങ്ങ് പഠിച്ചു വെച്ചേക്കുന്നത്. സോ തന്നേക്കുന്ന ആ ഈ 20 ആ വാല്യൂ ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ P is equal to 20² × റെസിസ്റ്റൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ അത് 1 ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യാം. ഇവിടെ തന്നിട്ടുണ്ട്, അത് 20 ആണ്. സോ 2R. സോ 400/40 which is equal to 10 watt.
സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. സോ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ദ പവർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ട്രാൻസ്മിറ്റഡ് പവർ ഇൻ ആൻ എഫ് എം ഈസ് കോൺസ്റ്റൻറ്റ്. EC²/2R ദാറ്റ് വാല്യൂ ഇസ് എ കോൺസ്റ്റൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എമ്മിനകത്ത് പവർ PT = PC × 1 + m² ആണ്. അത് മോഡുലേഷൻ ഇൻഡെക്സോട് റിലേറ്റഡ് ആണ്. ഇവിടുത്തെ നമ്മൾ ടോട്ടൽ ട്രാൻസ്മിറ്റഡ് പവർ P = EC²/R എന്ന് പഠിച്ചു വെക്കും. 2 എന്ന് പഠിച്ചു വെക്കും. EC²/2 എന്ന് പഠിച്ചു വെക്കും. അത് R1 ആവുന്ന കേസിലാണ്. സോ റെസിസ്റ്റർ 20 Ω റെസിസ്റ്റർ അല്ലെങ്കിൽ 5 Ω റെസിസ്റ്റർ എന്ന് ക്വസ്റ്റിന് തരുവാണെങ്കിൽ ഈ റിലേഷൻ വേണം യൂസ് ചെയ്യാൻ. സോ ഇത് വെച്ചിട്ട് നമുക്ക് പവർ കണ്ടുപിടിക്കാം. നെക്സ്റ്റ്, ഇൻ ദ സ്പെക്ട്രം ഓഫ് എ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ്. സോ ഇതിനകത്ത് ഏത് ഓപ്ഷൻ ആയിരിക്കും ഒരു FM വേവുമായിട്ട് നമുക്ക് കൂടുതൽ ആപ്റ്റായിട്ട് വരുന്നത്? ഇൻ ദ സ്പെക്ട്രം ഓഫ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ദ കാരിയർ ഫ്രീക്വൻസി ഡിസപ്പിയേഴ്സ് വെൻ മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ലാർജ്. സോ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഓപ്ഷൻ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എനി സൈഡ് ബാൻഡ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ മോഡുലേഷൻ ഇൻഡെക്സ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. മോഡുലേഷൻ ഇൻഡെക്സ് അല്ലെ ബാൻഡ് വിഡ്ത്തുമായിട്ടൊക്കെ റിലേറ്റഡ് ആണ് നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് എന്ന് പറയുന്നത്. സോ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് എനി സൈഡ് ബാൻഡ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ മോഡുലേഷൻ ഇൻഡെക്സ്. ഇത് കറക്റ്റ് ആണ്. ദെൻ ദ ടോട്ടൽ നമ്പർ ഓഫ് സൈഡ് ബാൻഡ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കാരിയർ ഫ്രീക്വൻസി കനോട്ട് ഡിസപ്പിയർ. സോ ഇതിനകത്ത് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു കേസ് എന്ന് പറയുന്നത് ഇതാണ്, ഓപ്ഷൻ ബി. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ answer. So next question, an FM signal with the modulation index MF is passed through a frequency tripler. ഒരു ഫ്രീക്വൻസി ട്രിപ്ലറിനകത്തൂടെ പാസ് ചെയ്യുമ്പോൾ the wave in the output of the tripler will have a modulation index. സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രിപ്ലർ ഫ്രീക്വൻസി മൾട്ടിപ്ലയർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസി ട്രിപ്ലർ മീൻസ് ഇറ്റ് ഈസ് എ മൾട്ടിപ്ലയർ ആണ്. സോ നമ്മൾ ഒരു വേവിനെ, ഒരു FM സിഗ്നലിനെ മോഡുലേഷൻ ഇൻഡെക്സ് MF ഉള്ളതിനെ നമ്മളൊരു ഫ്രീക്വൻസി ട്രിപ്ലറിനകത്തൂടെ പാസ് ചെയ്ത് കഴിയുമ്പം ദ വേവ് ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് ദ ട്രിപ്പിൾ വിൽ ഹാവ് എ മോഡുലേഷൻ ഇൻഡെക്സ് എത്ര ആയിരിക്കും? സോ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വേവിനെ നമ്മളൊരു ട്രിപ്ലർ വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് ഇവിടെ M ആണെങ്കിൽ ഇവിടെ 3 times M ആയിരിക്കും. മോഡുലേഷൻ ഇൻഡെക്സിന് ചേഞ്ച് വരും. സോ ഇതിന് ആൻസർ സി ആണ്. തോർത്ത് വെച്ചേക്കുക. ഇനി ഇതേപോലെ ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ത് സംഭവിക്കും? ഒരു മിക്സറിനകത്തൂടെ ട്രിപ്ലറിനകത്ത് മിക്സറിനകത്തൂടെ ഒക്കെ പാസ് ചെയ്യുമ്പോൾ മോഡുലേഷൻ ഇൻഡെക്സിന് എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇതേപോലെ ഇനി ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഇത് ഓർത്ത് വെക്കുക. മോഡുലേഷൻ ഇൻഡെക്സ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മോഡുലേഷൻ ഇൻഡെക്സ് വാല്യൂ 3 times ആവും. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതാണ് ഫ്രീക്വൻസി ഡീവിയേഷൻ്റെ കേസ്. An FM signal with the frequency deviation delta is passed through a mixer and has its frequency reduced 5-fold. നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ തരുന്നതാണ്. ഫ്രീക്വൻസി 5-fold ആയിട്ട് റിഡ്യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡീവിയേഷൻ ഡെൽറ്റയ്ക്ക് എന്ത് സംഭവിക്കും ആ മിക്സറിനകത്തൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ? സോ ഇത് ശ്രദ്ധിച്ചോണം. നമ്മൾ മിക്സറിനകത്തൂടെ പാസ് ചെയ്താലും ഡെൽറ്റയ്ക്ക് ചേഞ്ച് ഒന്നും വരുത്തില്ല. ഇവിടുത്തെ ഡെൽറ്റ മിക്സറിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഡെൽറ്റ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് അല്ലെങ്കിൽ വാല്യൂ ഡെൽറ്റ തന്നെ ആയിരിക്കും. ഇതാണ് ആൻസർ. സോ M ആണെങ്കിൽ ഒരു മൾട്ടിപ്ലയർ അല്ലെങ്കിൽ മൾട്ടിപ്ലയറിനകത്തൂടെ നമ്മൾ എമ്മിനെയാണ് പാസ് ചെയ്യിക്കുന്നതെങ്കിൽ നമ്മളത് 3 times അല്ലെങ്കിൽ എത്ര വട്ടാണോ മൾട്ടിപ്ലയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് സോ അതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതേസമയം ഒരു നമ്മൾ ഫ്രീക്വൻസി ഡീവിയേഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന് ചേഞ്ച് ഒന്നും വരുത്തില്ല. ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഇപ്പം ഡെൽറ്റ ആണെങ്കിൽ ഡെൽറ്റ തന്നെ ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള നമ്മൾ കാർസൺസ് റൂൾ പഠിച്ചതാണ്. കാർസൺസ് റൂൾ വെച്ചിട്ടാണ് ഈ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത്. സോ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇക്വേഷൻസ് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് നോക്കി വേണം നമ്മൾ ആ ഇക്വേഷൻസ് സെലക്ട് ചെയ്യാൻ. സോ 2 ഇവിടെ ഡെൽറ്റ എഫ് ആണ് തന്നിരിക്കുന്നത്. ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് ഡീവിയേഷൻ 75 kHz. അതേപോലെ മാക്സിമം മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി നിന്നിട്ടുണ്ട് FM, അത് 5 kHz ആണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ കാർസൺസ് റൂൾ എന്ന് പറയുന്നത് 2 ഡെൽറ്റ എഫ് പ്ലസ് FM. മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ടേംസിലാണെങ്കിൽ ആ രീതിയിൽ കൺവേർട്ട് ചെയ്യണം. സോ 2 ഡെൽറ്റ എഫ് 75 പ്ലസ് 5, സോ 80 × 2 160 kHz. സോ ബാൻഡ് വിഡ്ത്ത്
160 കിലോ ഹെർട്സ് ആണ് ഇതിൻ്റെ ആൻസർ. സോ അത് ഡയറക്റ്റ് ഫോമുലയാണ് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാനുള്ള. അടുത്ത ഫോമുലയും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. MF ആയിട്ട് റിലേറ്റ് ചെയ്തൊരു ബാൻഡ് വിഡ്ത്തിന് ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതും കൂടി നിങ്ങൾ ഓർത്ത് വെക്കണം. സോ നമ്മൾ ഗാർഡ് ബാൻഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് FM സിഗ്നലിനകത്ത്? അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ഗാർഡ് ബാൻഡ്സ് ആർ പ്രൊവൈഡ് ഇൻ FM സിഗ്നൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ്? ഇൻ്റർഫറൻസ്, ടു പ്രിവെൻറ്റ് ഇൻ്റർഫറൻസ് ഫ്രം ദ അഡ്ജസൻസ് ചാനൽസ്. സോ ഇൻ്റർഫറൻസിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അഡ്ജസൻറ്റ് ചാനൽസിന് ഇൻ്റർഫറൻസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗാർഡ് ബാൻഡ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ആൻഡ് ദ മാക്സിമം ബാൻഡ് വിഡ്ത്ത് അലൗഡ് ഫോർ കൊമേഴ്ഷ്യൽ FM ബ്രോഡ്കാസ്റ്റ്. FM ബ്രോഡ്കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വാല്യൂസ് ഫോർ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ആൻഡ് മാക്സിമം വിഡ്ത്ത് എന്ന് പറയുന്നത് ഇതിനകത്ത് ഏതാണ്? ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ്റെ വാല്യൂ 75 കിലോ ഹെർട്സും ദെൻ മാക്സിമം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 200 കിലോ ഹെർട്സുമാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചേക്കുക. സോ ഒരു കൊമേഴ്ഷ്യൽ ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടുന്ന മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ആൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് ബാൻഡ് വിഡ്ത്ത് 75 കിലോ ഹെർട്സും 200 കിലോ ഹെർട്സുമാണ്. സോ നമ്മൾ ഇന്നത്തെ ലെക്ചർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. സോ നമുക്ക് ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ നമുക്ക് റിസീവേഴ്സിനെ കുറിച്ച് പഠിക്കാം. AM റിസീവർ, FM റിസീവേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ കൂടുതൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. സോ FM ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.